ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി, തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇന്ന് 23 പേരാണ് സംസാരിച്ചത്. ഭരണപക്ഷത്തു നിന്നുള്ള BT ബൽറാം തുടങ്ങിവെച്ച ഇന്നത്തെ ചർച്ച TJ വിനോദാണ് അവസാനിപ്പിച്ചത്. PA മുഹമ്മദ് റിയാസും K രാജനും BB ഗോപകുമാറും ഉമാ തോമസും ആര്യാടൻ ഷൗക്കത്തും KU ജനീഷ് കുമാറും അടക്കമുള്ള ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് BT ബൽറാം പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തു നിർത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ആശാപ്രവർത്തകരുടെ ശമ്പളം 3000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നത്. ഘട്ടം ഘട്ടമായി ആശാ ജീവനക്കാരുടെ വേതനം 21,000 ആക്കണമെന്നാണ് സർക്കാർ നയമെന്നും ബൽറാം പറഞ്ഞു. ഈ സർക്കാർ ജനോപകാര നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണമുണ്ടാകുമെന്ന് PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ തെരുവ് യുദ്ധം നടന്നത് നമ്മൾ കണ്ടു. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളുടെ രാജകുമാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി VD സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയും CMRL അഴിമതിയിലെയും നിലപാട് കൂടി വ്യക്തമാക്കണമെന്ന് BJP കക്ഷി നേതാവ് BB ഗോപകുമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായി ഇടതും വലതും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും. പക്ഷേ അധികാരത്തിലെത്തിയാൽ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദമെന്നും 5500 കോടി പ്രസവിക്കാൻ പറ്റിയ പൂച്ച ഖജനാവിലുണ്ടെന്നും K രാജൻ പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും അലൈൻമെന്റ് നിശ്ചയിക്കാൻ മാത്രമായിരുന്നുവെന്നും രാജൻ പറഞ്ഞു. കേരളിന്റെയും മുനമ്പത്തിന്റെയും പേരിൽ സർക്കാർ നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി പോകുന്ന തീവണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നത്. മുനമ്പത്ത് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനുമുള്ള അവകാശം ഇടത് സർക്കാർ നിയമയുദ്ധത്തിലൂടെ നേടിയെടുത്തതാണ്. വെറും കവലപ്രസംഗമായി നയപ്രഖ്യാപനം മാറിയെന്നും K രാജൻ അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്തു നിന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രസംഗം സഭയെ അല്പനേരം ബഹളത്തിലുമാക്കി. നജീബ് കാന്തപുരം, ഷിബു തെക്കുംപുറം, വിഷ്ണു മോഹൻ, VK പ്രവീൺ, TK ഗോവിന്ദൻ മാസ്റ്റർ, P മമ്മിക്കുട്ടി, TP അഷറഫ് അലി, അബിൻ വർക്കി കോടിയാട്ട്, M റഹ്മത്തുള്ള, MS അരുൺകുമാർ, K ജയന്ത്, നാട്ടകം സുരേഷ്, റെജി ചെറിയാൻ, കുർക്കുളി മൊയ്തീൻ, TJ വിനോദ് എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ച നാളെയും തുടരും. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും 2ാം ദിനവും വാക്കൌട്ട് നടത്തി. B ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3000-ഓളം പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലമാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. NGO അസോസിയേഷൻ നേതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകളെയും രോഗബാധിതരെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും നയമനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയത്. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവയിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടും അവരെ പോലും പിരിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റ കണക്കുകളും അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ച നിലപാടുകളും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കാട്ടിയ ക്രൂരതയും സ്ഥലമാറ്റത്തെ തുടർന്ന് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ സർക്കാർ നേരിട്ടു. സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അതേസമയം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും
മന്ത്രി സണ്ണി ജോസഫ് മൗനം പാലിച്ചു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയത് ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണം. ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുന്നതും സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നതും ഒഴിവാക്കണം. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17-ന് സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതിയിൽ 2 മുതൽ 4 ലക്ഷം വരെയാണ് പക്ഷാഘാത രോഗത്തിന്റെ ചികിത്സാ പാക്കേജ്. ഇത് 5 ലക്ഷമായി ഉയർത്താൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഏജൻസിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് AK മഷ്റഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ ജില്ലാ ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തോട് ചേർന്ന് സ്ട്രോക്ക് വന്ന് ഭേദമായ ശേഷമുള്ള പരിചരണത്തിന് സംവിധാനമുണ്ട്. കോവിഡിന് ശേഷം പക്ഷാഘാതം ഉയരുന്നുവെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. CBSE മൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. CBSE പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരുന്നു. മൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും GR അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ സഭയുടെ ആശങ്കയായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് R പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ.